ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ ആക്ച്വലി വേണമെങ്കിൽ ഒരു സിക്ക് ഡേ എന്നൊക്കെ പറയാം. ഒരു 6 ദിവസമായിട്ട് ഒരു സംഗതി പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് പനിയൊക്കെ കുറഞ്ഞ് ഒരു പനി ടെമ്പറേച്ചറെല്ലാം മാറി ഒരു ഓൾമോസ്റ്റ് ചുമയൊക്കെ ഒന്ന് സെറ്റിലായ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന്. കുറച്ച് ദിവസമായിട്ട് നല്ല ഒന്നാന്തരം പനിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ശ്രീഹരിയുടെ പനി കുറഞ്ഞു. കാരണം എനിക്ക് വന്നൊരു 3-4 ദിവസം ശ്രീഹരിക്ക് തുടങ്ങിയത്. അപ്പം ശ്രീഹരിക്ക് അങ്ങോട്ട് കുറഞ്ഞിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ എവിടെയും പോകാനും ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെ പോകാനാ ഈ പനി പിടിച്ചിട്ട്? ഇല്ല, പുറത്തേക്ക് അങ്ങനെ ഇറങ്ങുന്നൊന്നുമില്ല. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ ലാസ്റ്റ് വീഡിയോ എടുത്തത് കഴിഞ്ഞ സൺഡേ ആണ്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പനി പിടിച്ചിട്ട് ഇവിടെ വീഡിയോ എടുപ്പെന്ന് മാത്രമല്ല കുക്കിംഗ് പോലും പ്രോപ്പറായിട്ടില്ലായിരുന്നു. ഞാൻ അന്ന് പച്ചക്കറി വാങ്ങിച്ചെല്ലാം ഞാൻ ഇന്ന് നോക്കിയപ്പോഴത്തേനും ചീത്തയായിട്ടിരിക്കുന്നു പല കാര്യങ്ങളും. അങ്ങനെയൊക്കെയാണ്. അപ്പം കഴിഞ്ഞ ഒരാഴ്ച ആദ്യം എനിക്ക് ഒരു 2-3 ദിവസം എനിക്കങ്ങ് നല്ല ടെമ്പറേച്ചറായിരുന്നു. 103 വരെ പോയി ടെമ്പറേച്ചർ. 104 ഉള്ള ഒരു അപ്പം 104 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണമെന്നാണ് പറയുന്നത്. കാരണം പിന്നെ ഡെങ്കു അങ്ങനെ വല്ലതൊക്കെ ആണെന്ന് പേടിച്ചു പോയി. പക്ഷേ അക്കൊന്നും എത്തിയില്ല. അതിനു മുമ്പ് എന്തായാലും കുറഞ്ഞു തുടങ്ങി. പക്ഷെ ആ ഒരു 102-103 ടെമ്പറേച്ചർ എന്നെ ഒരു ദിവസം ഫുൾ നിന്നു. മരുന്നൊന്നും ഏക്കാത്ത രീതിയിൽ ഇങ്ങനെ നിന്നായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ കുറഞ്ഞു അങ്ങനെ അങ്ങ് റെഡിയായി. അപ്പോൾ ശ്രീഹരിക്ക് അത്രയും 104 വന്നില്ല, 101 ഇങ്ങനെ കളിച്ചു. ഇപ്പം പിന്നെ കുറഞ്ഞു. എന്നാലും ഇപ്പം അത് കഴിഞ്ഞ് പനിയുടെ ആ ഒരു ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയുള്ളു. അപ്പോൾ ആ ഒരു രീതി നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു സിക്ക് ഡേ, ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാൻ എന്നെക്കൊണ്ട് നടക്കത്തില്ല എന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് വീഡിയോ എടുത്തില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എനിക്കങ്ങ് ഭയങ്കര വിഷമമാണ്. എനിക്ക് ഈ പറഞ്ഞത് ഞാനിങ്ങനെ ഈ വലിയ വ്യൂവും കാര്യങ്ങളും ഒന്നും എൻ്റെ ചാനലിൽ നിങ്ങൾ കണ്ടാൽ തന്നെ ഞാൻ കുറേ വീഡിയോ ഇടുന്നുണ്ട്. പക്ഷെ അങ്ങനെ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും കിട്ടുന്നൊന്നുമില്ല, വലിയ റീച്ചൊന്നും കിട്ടുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും എനിക്ക് ഇട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമം. എൻ്റെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു വീഡിയോ എടുത്തിടുക എന്ന് പറയുന്നത് എനിക്കൊരു സന്തോഷമാണ്. അപ്പോൾ 2-3 ദിവസമായിട്ട് ഞാൻ ഇന്നലെ തൊട്ട് ഞാൻ എടുക്കാൻ വിചാരിക്കുന്നു. പിന്നെ വിചാരിച്ചു നമ്മൾ കൂടുതൽ ഫോഴ്സ് ചെയ്യേണ്ട, അങ്ങ് ഫോഴ്സ് ചെയ്താൽ ചിലപ്പം നമുക്ക് ക്ഷീണമായല്ലോ. പക്ഷെ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഉള്ളൊരു ആരോഗ്യമുള്ള പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചങ്ങ് എടുത്തിട്ടേക്കാണ്. ഇന്ന് രാവിലെ ഉപ്പുമാവ്, വേറൊന്നും ദോശയൊക്കെ തിന്ന് മടുത്ത് മനുഷ്യൻ. ഗോതമ്പ് ദോശ, മറ്റേ ദോശ. പിന്നെ പുറത്തുനിന്നായിരുന്നു ഒരു നേരം, ഈ ആഴ്ചയിലെ 2 നേരമൊക്കെ പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ട്. 2-3 ദിവസം അടുപ്പിച്ചൊക്കെ 2 നേരമൊക്കെ പുറത്തുനിന്നായിരുന്നു. എനിക്ക് അറിയത്തില്ല. അതിൽ ശ്രീഹരിക്ക് ഇനിയിപ്പോൾ 2 ദിവസം ലീവ്, സാറ്റർഡേ സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പിന്നെ നമുക്കിനി ഉപ്മാവ് ഉണ്ടാക്കണം. ഉച്ചയ്ക്ക് ആക്ച്വലി പച്ചക്കറികളൊന്നും ഇരിപ്പില്ല എന്ന് വേണമെങ്കിൽ പറയാം. കുറേയൊക്കെ ചീത്തയായിപ്പോയി, അങ്ങനെയൊക്കെ ഒരു ഇത് വന്നു. അപ്പോൾ അതുകൊണ്ട് ഉച്ചയ്ക്ക് എന്ത് വെക്കണം എന്ന് സോയാ ചങ്ക്സ് ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ആക്കി വെച്ചാലോ എന്ന് ആലോചിക്കും. തൈരും ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ ഓർഡർ ചെയ്യാനും അങ്ങ് മറന്നു പോകും. ഈ ഒരു പനിയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ആ സ്ഥിരം ഓർഡർ ചെയ്യുന്ന കാര്യങ്ങളും അതെല്ലാം അങ്ങ് മറന്നു പോകും. അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ചെറിയൊരു ചിലപ്പം ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. അങ്ങനൊരു വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം ഇന്ന് ഉപ്പുമാവിൽ നിന്ന് തുടങ്ങാം. സാധാരണ ഉപ്പുമാവ് ഞാൻ വലിയ കുത്തിക്കളക്കുന്ന എൻ്റെ ആ ഒരു ഉപ്പുമാവ് ഞാൻ ചെയ്യുന്നില്ല.
അതല്ല, നമുക്ക് വെള്ളം ഒഴിച്ച് അപ്പം പോലെയല്ല, അല്ലാതെ സാധാരണ രീതിയിലുള്ള അടച്ചു വെച്ച് വേവിക്കുന്ന ഉപ്പുമാവില്ലേ, വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് റവയിട്ട് ആ ഉപ്പുമാവ് ഉണ്ടാക്കാം. എന്ന് വെച്ചാൽ ഞാൻ 2-3 തരത്തിൽ, അതാണ് ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ അപ്പം പോലെ ഇരിക്കുന്ന ടൈപ്പ്, പിന്നെ അതല്ലാതെ റിവേഴ്സ് രീതി ചെയ്യുന്നതാണ്. പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ചെടുക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഇന്ന് എനിക്ക് അത്രയും അധ്വാനിക്കാൻ വയ്യ. അതുകൊണ്ട് നമുക്കിന്ന് എന്താ പറയുന്നത്, വെള്ളം തിളച്ചിട്ട് പൊടിയിടുന്ന സംഭവം ഇട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇന്ന് വലിയ ടേസ്റ്റ് ഒന്നും നോക്കുന്നില്ല. ഇന്ന് എനിക്ക് ടേസ്റ്റൊക്കെ കുറച്ച് വായിക്കാത്ത തോന്നി തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് വലുതായിട്ടൊന്ന് മണം പോയിട്ടില്ല. അപ്പോൾ കോവിഡാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ മണം ഞങ്ങൾ നോക്കിയപ്പോൾ മണമൊക്കെ ഉണ്ടായിരുന്നു. ടേസ്റ്റ് കുറച്ചൊക്കെ സാധാരണ പനി വരുമ്പോഴുള്ള ഒരു ടേസ്റ്റ് പോലെ മാത്രമേ പോയിട്ടുള്ളായിരുന്നു. വേറെ അങ്ങനെ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ടെമ്പറേച്ചർ മാത്രമേ ഉള്ളായിരുന്നു. നല്ലപോലെ ടെമ്പറേച്ചർ കൂടി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ രാവിലത്തെ ഉപ്പുമാവ് ഉണ്ടാക്കാം. ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള സബോളയും പിന്നെന്താ പച്ചമുളക്, ഇഞ്ചി, ഇത്തരം കാര്യങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ വേഗം തന്നെ അരിഞ്ഞ് ഉപ്പുമാവ് റെഡിയാക്കാൻ പോവാണ്. ഉപ്പുമാവിൻ്റെ കൂടെ വേറെ ഒന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. എല്ലാ കറിയൊന്നുമില്ല. പഴം ഇരിപ്പുണ്ട്. ചിലപ്പം പഴം കഴിക്കും, അല്ലെങ്കിൽ ഈ സബോളയൊക്കെ ചേർത്ത് ഉപ്പുമാവിൻ്റെ കൂടെ ഉപ്പുമാവ് ചുമ്മാ കഴിക്കാനും ഞങ്ങൾക്ക് ഇഷ്ടം. അതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല കറിയൊന്നും വേണ്ട ആവശ്യം തോന്നിയിട്ടില്ല ഇതുവരെ. അപ്പം കുറച്ച് നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് കടുകും ഉഴുന്നുപരിപ്പും ഒക്കെ ഇട്ട് കടുക് വറുത്തിട്ട് ഇഞ്ചിയും പച്ചമുളകും സബോളയും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. വഴണ്ടതിന് ശേഷം ഇതിനകത്തേക്ക് 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം കണക്കാണ് ഞാൻ ഇങ്ങനെ എടുക്കുമ്പം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചു. അത് തിളച്ചതിന് ശേഷം നമ്മൾ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വേണം ഈ റവ ചേർക്കാൻ വേണ്ടിയിട്ട്, അത് ശ്രദ്ധിക്കണം. പക്ഷേ എനിക്ക് പറ്റിയില്ല. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ കട്ട കുത്തും. എപ്പോഴും വെള്ളം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഇരിക്കുമ്പം തന്നെ റവ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അത് ചിലപ്പം കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കാൻ. ഇനി ഞാൻ കുറച്ച് സോയാ ചങ്ക്സ് എടുത്ത് ചൂടുവെള്ളത്തിനകത്ത് ഇട്ടു. അതവിടെ ഇരിക്കട്ടെ. എന്നിട്ട് ഈ നമ്മൾ ഉപ്പുമാവ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേന് അത് നന്നായിട്ട് ഉടച്ച് എടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ ഇനി ഉപ്പുമാവൊക്കെ കഴിക്കണം. ഉപ്പുമാവ് കഴിച്ച് വന്നിട്ട് ഉടനെ തന്നെ വേറൊരു കാര്യം ചെയ്ത് വയ്ക്കാനുണ്ട്. അപ്പം ഞാൻ ഉപ്പുമാവെല്ലാം നന്നായിട്ട് ഉടച്ച് വെച്ചു. കഴിച്ചെല്ലാം വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ സോയാബീൻ ഞാൻ അപ്പം തന്നെ പിഴിഞ്ഞ് കുറച്ച് നേരം ഒരു 1/4 മണിക്കൂർ ചൂടുവെള്ളത്തിൽ കിടന്നപ്പോൾ തന്നെ അത് വീർത്തു. പക്ഷേ അത് കഴിഞ്ഞ് ഈ ഒരു പ്രോസസ്സ് ഈ സോയാ ചങ്ക്സിൻ്റെ കാര്യത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നന്നായിട്ട് പിഴിഞ്ഞ് പിന്നെ 2-3 തണുത്ത വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. ആദ്യം ഇട്ട വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ 2-3 പ്രാവശ്യം സാധാരണ നോർമൽ വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം. എന്നാലേ ഇതിന് ആ ഒരു ഇതിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അത് കുറയണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ലതായിട്ട് പിഴിഞ്ഞ് എടുക്കണം. എന്നാൽ എനിക്ക് കൂടുതലും അതാണ് ഇഷ്ടം. നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞ് 2-3 തവണയെങ്കിലും സാധാരണ വെള്ളത്തിൽ ഇതുപോലെ കഴുകി പിഴിഞ്ഞെടുത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു ഇത് മാറത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഇത് വലിയ സോയ ചങ്ക്സ് ആയതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് 4ആയിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അത് മുഴുവനും 4ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് മാരിനേറ്റ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ സോയ ചങ്ക്സിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ മസാലയൊക്കെ പിടിക്കാൻ ഒത്തിരി താമസിക്കും. എപ്പോഴും നേരത്തെ വെച്ചിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് എപ്പോഴും തലേദിവസത്തെ ആയിരിക്കും ഈ സോയ ചങ്ക്സ് ഒക്കെ നല്ലത്. ടേസ്റ്റ് കുറച്ചുകൂടെ നല്ലതായിട്ട് അതിലൊക്കെ പിടിച്ചിരിക്കുന്നത് എപ്പോഴും തലേദിവസം വെക്കുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് അലമ്പായിട്ട് കിടക്കുകയാണ് വീടും കാര്യങ്ങളൊക്കെ. ഒന്നും അങ്ങോട്ട് ഒരു ഭാഗത്തുനിന്ന് ഞാൻ അടുക്കിപ്പറിക്കൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ആക്ച്വലി ഇനി തണുപ്പുണ്ടോ ചൂടാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം
പനിയൊക്കെ കഴിഞ്ഞ് വന്ന് ഡെയിലി ഇങ്ങനെ ഇപ്പം ഇത്ര 5-6 ദിവസമായിട്ടും ഞാൻ ഇടയ്ക്കൊരു ഇങ്ങനെ വിയർക്കുന്നുണ്ട്. എന്തൊരു വിയർപ്പായിരുന്നെന്നറിയോ, ഇത്തവണ പനി വന്നിട്ട് വിയർത്തുകൊണ്ടേ ഇരിക്കും. ഞാനും ശ്രീഹരി ഒരുപോലെ, ഞങ്ങളുടെ രണ്ടുപേരുടെയും സിംറ്റംസ് ഒരുപോലായിരുന്നു. വിയർത്ത് 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 എന്തുമാത്രം വിയർത്ത് പോയെന്നറിയാമോ പനിച്ചിട്ട്. അങ്ങനെ പിന്നെന്തായിരുന്നു, ഞാൻ ഇതിപ്പം ഒരു ടൊമാറ്റോ റൈസും ഒരു സോയാ ചങ്ക്സിൻ്റെ ഒരു റോസ്റ്റ് പോലെ വെക്കാമെന്ന് വിചാരിച്ചു. വേറെ പച്ചക്കറി ഒന്നും ഇവിടെ നല്ലൊന്നും ഇരിപ്പില്ല, ഇനിയിപ്പം വാങ്ങിക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ടൊമാറ്റോ റൈസ്. പിന്നെ എന്നുള്ള ടേസ്റ്റും ഒരു വ്യത്യാസം വരും. ഇത്രയും ദിവസം ഒരു 5-6 ദിവസമായിട്ടൊന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല, ടേസ്റ്റിനൊരു വ്യത്യാസം വരുമല്ലോ, ഒരു എന്തെങ്കിലും ഒരു ഇത് പോലെ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ബസ്മതി റൈസ് ഇപ്പം കുതിർക്കാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതൊരു അരമണിക്കൂറും കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് കുതിർത്ത് കഴിഞ്ഞിട്ട് ഞാനത് വേവിക്കാൻ വെക്കും. പിന്നെ ടൊമാറ്റോ റൈസിനൊക്കെ വേവിക്കുമ്പോൾ ഒത്തിരി അങ്ങ് എന്താ പറയുന്നത്, ഇങ്ങനെ നമ്മൾ ബിരിയാണിക്ക് ഗീ റൈസിനൊക്കെ എടുക്കുന്ന പോലെ, ഫ്രൈഡ് റൈസിന് എടുക്കുന്ന പോലെ ഇങ്ങനെ വിട്ടൊന്നും കിടക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടം അങ്ങനെയാണ്. പുറത്ത് എനിക്കറിയത്തില്ല. എനിക്ക് ഈ ടൊമാറ്റോ റൈസ്, പിന്നെ ഈ കേർഡ് റൈസ്, സാമ്പാർ സാദം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇങ്ങനെ ഇച്ചിരി കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടം. ഒത്തിരി അങ്ങ് ഇങ്ങനെ വിട്ടിരിക്കുന്നതിലും ഇഷ്ടം ഇങ്ങനെ ഇച്ചിരി ചോറ് ഇച്ചിരി വേകുന്നതാണ്, നല്ല വെന്തിരിക്കുന്നതാണ്. അപ്പം ഞാൻ ഒത്തിരി അങ്ങ് മീൻസ് സാധാരണ ഈ ഗീ റൈസിനൊക്കെ എടുക്കുന്നതിലും കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് എന്താ ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചൊരു 2 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ വേവിക്കും. 1-2 വിസിലൊക്കെ വേവിക്കും, കുറച്ച് വെന്തോട്ടെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെയാണ് ടൊമാറ്റോ റൈസിൻ്റെ കാര്യം. ഇച്ചിരി കുഴഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല, എനിക്കതൊരു ടേസ്റ്റ്, എനിക്കിഷ്ടമാണ്. ഗീ റൈസിനല്ല, നമ്മുടെ ഈ ടൊമാറ്റോ റൈസിനും കേർഡ് റൈസിനും സാമ്പാർ സാദത്തിനൊക്കെ പിന്നെ ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം, എന്നാലേ ഇതിനൊരു സുഖമുള്ളൂ. അങ്ങനെ കോരി കുടിച്ചാലേ ഒരു സുഖം തോന്നാറുള്ളൂ. പിന്നെ അടുത്തത് സോയ ചങ്ക്സ് ജസ്റ്റ് ഒരു ടോസ്റ്റ് എന്നോ ഫ്രൈ എന്നോ പോലെ പറയാം, അതിൻ്റെ കൂട്ടത്തിൽ ചേർന്ന് പോകുന്നു തോന്നുന്നു എന്ന് വിചാരിച്ച് ഞാൻ വെക്കുകയാണ്. ചേരുമോ എന്തോ എന്തായാലും എനിക്ക് മറ്റേ ചോറ് വെക്കാൻ പറ്റില്ല. പിന്നെ എനിക്കിനി കറിയൊന്നും, ടൊമാറ്റോ റൈസ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കണ്ട, എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതി. ഈ ദിവസങ്ങളിലാണെങ്കിൽ എനിക്ക് പറ്റിപ്പോയ കുറച്ച് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പനി ഇപ്പം പീരീഡ്സായി, പിന്നെന്താണ് അതിൻ്റെ കൂട്ടത്തിൽ ഈ എൻ്റെ ട്രൈപോഡ് ഒടിഞ്ഞു പോയി, വലിയ ട്രൈപോഡ് വന്നു. അത് ഇന്നലെ ഓർഡർ വന്നു. അത് ഉപയോഗിക്കാതിരിക്കുന്നു. ശ്രീഹരി അതൊന്ന് ഒതുക്കി മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് അത് ഇങ്ങനെ ട്രൈപോഡ് ഇങ്ങനെ നമ്മൾ ചെറുതാക്കി എടുത്ത് വെക്കുമല്ലോ, അപ്പം അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ കാല് എന്തോ അങ്ങ് ഒടിഞ്ഞു പോയി. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ആഴ്ച പറ്റി. അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ ഷോർട്സ് ഇടലും പുറമോട്ടായി. കാരണം എനിക്ക് വയ്യായിരുന്നു എടുക്കാനൊന്നും. പിന്നെ ഞാൻ ഷോർട്സ് ഇന്നലെ ഒരെണ്ണം എടുത്തു, അങ്ങനെ എടുത്ത് തുടങ്ങിയതേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ഓപ്പോസിറ്റിലെ ഈ മരം പൂത്ത് തുടങ്ങിയിരിക്കുന്നു. പക്ഷെ ഇപ്പോഴേ എന്തിനാ പൂക്കുന്നത്? ജാനുവരി ഫെബ്രുവരിയിലൊക്കെ പൂക്കുന്നതല്ലേ അതിൻ്റെ ഒരു ഭംഗി. ഈ മരം ഞങ്ങൾ വന്ന 2 കൊല്ലമൊക്കെ ഭയങ്കര മൊത്തം ഇത്രയും വലിയ മരമാണ്, ഞാൻ കാണിക്കാം. ഇത് മൊത്തം പൂക്കും, ഇത് കംപ്ലീറ്റ് തൊപ്പി പോലെ ഇങ്ങനെ ഇത് മാത്രം പൂത്ത് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലം ഇതിൻ്റെ ഇങ്ങനെ നടുക്ക് മാത്രമേ പൂത്തുള്ളൂ. ഇനി ഈ കൊല്ലം എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് മൊത്തം പൂത്ത് കഴിഞ്ഞാൽ ഇത്തവണ മൊത്തം പൂക്കുകയാണെങ്കിൽ ഞാൻ കാണിക്കാം. ഇത് നല്ല ഭംഗി, ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന കാണാൻ. കണ്ടോ ഈ ഒരു പൂവ്? ഇത് പക്ഷെ ഇപ്പോഴേ പൂക്കണ്ട, ഒരു മാർച്ചിലൊക്കെ സാധാരണ. ഞങ്ങളൊരു മാർച്ചിലാണ് ഇവിടെ വരുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളൊരു 2021-20 അങ്ങാണ്ട് മാർച്ചിലാണ് ഇവിടെ വരുന്നത്. ആ മാർച്ചിൽ ആ ഒരു സമയത്താണ് ഇത് നല്ലപോലെ പൂക്കുന്നത്. പക്ഷെ ഇതിപ്പോഴേ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മൊത്തം പൂക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. മൊത്തം പൂക്കില്ല, അത് മൊത്തം ചിലപ്പോൾ പൂക്കുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട് ഒരുമിച്ച്. എന്നാലും അത് കാണാനൊരു ഭംഗിയുള്ളൂ. ഞാൻ കാണിക്കാം. നല്ല ഭംഗിയാണ്. ഇങ്ങനെ ഇത്രയും വലിയ മരം മൊത്തം ഇങ്ങനെ പൂത്തി ഇങ്ങനെ തൊപ്പി ഇങ്ങനെ പോലിരിക്കും. നല്ല ഭംഗിയായിട്ട് നമുക്കിത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാമായിരുന്നു.
പക്ഷെ കഴിഞ്ഞ കൊല്ലം ഇത് പൂത്തില്ല. ഞാനിത് പറയുകയും ചെയ്തു. അതിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ ഇത് നല്ലതായിട്ട് പൂത്തു. ഒരൊറ്റ ഇലയില്ലാതെ പിങ്ക് കളറിൽ, പിങ്ക് അല്ല, ഇതൊരു പർപ്പിൾ കളറാണ്. പിങ്ക്, പർപ്പിള്, വെള്ള എല്ലാം എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്, അത് അത്രയും പൂക്കാറില്ല. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. നമുക്കിനിയും പോയി സോയ ചങ്ക്സ് റോസ്റ്റ് ചെയ്യാം. പിന്നെ ഞാനൊരു ചായ ഇപ്പം ഞങ്ങൾ പനി സമയത്ത് കുടിക്കുന്ന ഒരു ചായയുണ്ട്. അത് ആക്ച്വലി എൻ്റെ അമ്മ എനിക്ക് ഇട്ട് തരുന്ന, ജലദോഷം പനിയൊക്കെ വരുമ്പോൾ എനിക്ക് ഇട്ട് തരുന്ന, ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഇട്ട് കുടിക്കുന്ന ഒരു ചായ. പിന്നെ എല്ലാവരും ഇടുമായിരിക്കും, പക്ഷെ ഒരു കാര്യം മിസ്സിങ് ആണ്, തുളസി ഇല. എൻ്റെ കയ്യിൽ ചുക്കില്ല, അതിന് പകരം ഇഞ്ചിയാണ്. ഞാൻ ഇഞ്ചിയും കുരുമുളകും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പക്ഷെ അതാണെങ്കിലും നല്ല എഫക്റ്റീവ്, ഇഞ്ചിയും കുരുമുളകും കൂടി ഇട്ട് ഇത് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ തുളസിയൊക്കെ വീട്ടിലുള്ളവർ ഇഞ്ചി, കുരുമുളക്, തുളസി, പിന്നെന്താ പറയുന്നത്, ഇഞ്ചിക്ക് വരെ ചുക്കാണ്. ചുക്ക്, കുരുമുളക്, തുളസിയില ഇതെല്ലാം കൂടി ഇട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ പനിക്ക് ഭയങ്കര സുഖമാണ്, തൊണ്ടയ്ക്ക് ഭയങ്കര സുഖമാണ്, കഫത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പം എൻ്റെയും ശ്രീഹരിയുടെയും ഒരു പനി വരുമ്പോഴുള്ള ഒരു ഡെയിലി 2 നേരം ഞങ്ങളത് കുടിക്കും. ഒരു 11 ആവുമ്പോഴും പിന്നെ വൈകുന്നേരം ഒരു 6-6:30 ആകുമ്പോൾ. അപ്പം ആ ഒരു ചായ ഞാൻ കാണിച്ചത്, ഞാൻ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ പനിയുള്ള സമയത്ത് തന്നെ ഞാൻ ഷോർട്സിലൊക്കെ ചെയ്തിട്ടുള്ള. പക്ഷെ തുളസി ഇലയുടെ ഒരു മിസ്സിങ് ഭയങ്കരമാണ്. എനിക്കൊക്കെ ഇവിടെ ഓൺലൈനിൽ ഓർഡർ ചെയ്ത തുളസി ഇലയൊക്കെ കിട്ടും, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്യണ്ടേ. പിന്നെ തുളസി ഇലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നല്ല സുഖം കിട്ടും. ശ്രീഹരിക്കാണെങ്കിൽ പനി വരുമ്പം അത് വേണം. അത് കുടിച്ചാലേ ശ്രീഹരിക്ക് ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ആശ്വാസമാണ് എപ്പോഴും പറയും. അപ്പം ഞാൻ ആ ചായ ഇടുന്ന. അപ്പോൾ ഈ ചായ ഇടാൻ വേണ്ടിയിട്ട് ഒരു കല്ലെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലാണേലും ഇഞ്ചിയും കുരുമുളകും കൂടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. അപ്പം ഇഞ്ചിയിലും നല്ലത് ചുക്കാണ്, പക്ഷേ എൻ്റെ കയ്യിൽ ചുക്കിരിപ്പില്ല. ചുക്കും കുരുമുളകും തുളസിയിലയും കൂടാണ് ഇതിന് ഏറ്റവും നല്ലത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ഇഞ്ചിയും കുരുമുളകും മാത്രമേ ഉള്ളൂ, തുളസിയിലയില്ല. അപ്പോൾ ഇത് രണ്ടും കൂടി ഞാനിങ്ങനെ ചതച്ചെടുക്കും. നന്നായിട്ട് ചതച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു ഏകദേശം ഒരു 1-1.5-2 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ സംഭവം ഇട്ട് തിളപ്പിക്കുക. നല്ലപോലെ തിളപ്പിച്ച് കുറച്ചൊന്ന് വറ്റി വരണം. എന്നിട്ട് ലേശം ചായപ്പൊടിയോ കാപ്പിപ്പൊടിയോ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക, ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. അത് ചേർത്ത് കൊടുത്ത് ഇതങ്ങ് കുടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിലീഫായിരിക്കും. നമുക്ക് പനിയൊക്കെ വരുമ്പോഴത്തേക്കിനും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സുഖമായിരിക്കും. ഇത് കുടിച്ചു കുറച്ച് കഴിഞ്ഞ് ഉള്ളി പനി ഉണ്ടെങ്കിൽ വിയർക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാനിവിടെ അതെല്ലാം കുടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പരിപാടിയിലേക്ക് വീണ്ടും കടന്നു. സോയ ചങ്ക്സിന് വേണ്ടിയിട്ടുള്ള സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഞാൻ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി തക്കാളി നമ്മുടെ ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഇത്തവണ എനിക്ക് കുഞ്ഞ് സബോളയൊക്കെ കിട്ടിയത്. ഒരു 2-3 കുഞ്ഞ് സബോള എടുത്ത് ഞാൻ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, ഇത്ര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഫ്രൈങ് പാൻ എടുത്ത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം സബോള അരിഞ്ഞ് വെച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാനൊരു കറിയായിട്ടല്ല, ഒരു ഡ്രൈ ആയിട്ടൊരു ഫ്രൈ മോഡലിലാണ് എടുക്കുന്നത് ഈ സോയ ചങ്ക്സ്. അപ്പം പിന്നെ ഞാൻ അതിനകത്തേക്ക് പച്ചമുളകും ചേർത്തോളൂ. പിന്നെ നമ്മൾ മുളക് പൊടി എരിവ് ആവശ്യത്തിന് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കൂടുതൽ ഇനിയും ചേർക്കുന്നൊന്നുമില്ല. പച്ചമുളക് ഞാൻ ലാസ്റ്റാണ് ബാക്കി 2 എണ്ണം കട്ട് ചെയ്തിടുന്നത്. ഇപ്പം വഴറ്റുമ്പോൾ 1 എണ്ണം മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ സബോളയിലേക്ക് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുത്തു. ഈ മസാലപ്പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്തില്ല അപ്പോഴും ചേർത്ത് കൊടുക്കാം. ഞാൻ ആക്ച്വലി മറന്നുപോയി. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർക്കണമായിരുന്നു. അതും ഞാൻ ഈ പനിയൊക്കെ ആയതുകൊണ്ട് ഞാൻ പലതും അങ്ങ് വിട്ടുപോയി. എണ്ണ മൂപ്പിച്ച് കുറച്ച് പെരുംജീരകവും കൂടെ ചേർക്കണം, അപ്പോൾ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാൻ അതൊന്നും ചേർത്തില്ല. അതെല്ലാം ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നന്നാവും. പക്ഷേ എനിക്കെന്തോ ഇന്ന് അത്ര ഒരു ഇതങ്ങോട്ട് തോന്നിയില്ല, ഞാനതൊക്കെ അങ്ങ് മറന്നുപോയി. പിന്നെ തക്കാളിയും കൂടെ ചേർത്ത് വഴറ്റിയതിന് ശേഷം
ഈ സോയാ ചങ്ക്സും ചേർത്ത് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പം എണ്ണ ചൂടായതിന് ശേഷം പെരുംജീരകം ചേർത്തൊന്ന് മൂപ്പിക്കുന്നത് നല്ല ടേസ്റ്റാണ്. അത് പെരുംജീരകം ഈ സോയാ ചങ്ക്സിൻ്റെ കൂടെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു കാര്യമാണ്. അത് ഞാനങ്ങ് വിട്ടുപോയി. പിന്നെ ഞാൻ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചൂടുവെള്ളം ചേർത്ത് അടച്ച് വെച്ചിത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇതൊരു 5 മിനിറ്റ് ഇരിക്കുമ്പം തന്നെ നന്നായിട്ട് തിളച്ച് വേകാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി സോയാ ചങ്ക്സ് ആക്ച്വലി വേകാനൊന്നും ഇല്ലല്ലോ. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിനകത്തൊക്കെ ഇട്ട സംഭവമാണ്. വലിയ വേവും കാര്യങ്ങളും ഒന്നുമില്ല. ഇതൊന്ന് അടച്ച് വെച്ച് ഒന്ന് തിളച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇതങ്ങ് തുറന്ന് വെച്ച് നന്നായിട്ട് വറ്റിച്ച് ഡ്രൈ ആക്കിയെടുത്ത സംഭവം റെഡിയായി. സോയാ ചങ്ക്സ് റോസ്റ്റ് റെഡിയായി. പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർക്കണം. ഇതൊരു നമ്മൾ എങ്ങനെ ബീഫ് റോസ്റ്റൊക്കെ വയ്ക്കുന്ന രീതിയിൽ കണ്ടാലൊരു ലുക്കൊക്കെ ഉണ്ടെങ്കിലും ടേസ്റ്റ് ഒരിക്കലും ആ ഒരു രീതിയിലാണെന്ന് ഞാൻ പറയത്തില്ല. എനിക്ക് വലിയൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം ഈ സോയാ ചങ്ക്സ്. കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലുള്ള അവസരങ്ങളിൽ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ളതിൽ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയിട്ട് വെളുത്തുള്ളി, സബോള, തക്കാളി ഇതെല്ലാം ഉപ്പും ചേർത്തത് വേവിക്കാൻ വേണ്ടി വെച്ചു. ഇത് മസാലയൊന്നും ചേർക്കാത്ത ഒരു പാവം ടൊമാറ്റോ റൈസാണ്. ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള ഇത്. എനിക്കറിയത്തില്ല ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന്. ഞങ്ങൾക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എളുപ്പമെന്ന് നമുക്ക് ഉണ്ടാക്കാൻ വലിയ കൂട്ടാനും കാര്യങ്ങളും ഒന്നും വേണ്ട. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഉണ്ടാക്കിയതാണ്. ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒരു ശക്കലം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതെല്ലാം ഒന്ന് ബാലൻസ് ആവും, ടേസ്റ്റ് എല്ലാം ഒന്ന് ബാലൻസ് ആവും ഈ ഒരു ടൊമാറ്റോയുടെ ഈ ഒരു ഗ്രേവിക്കകത്തേക്ക്. എന്നിട്ട് ഇതങ്ങ് റൈസുമായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു വെള്ളത്തിലിരിക്കുന്ന പരുവത്തിൽ തന്നെ വേണം റൈസുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പം ഞാൻ വേറെ വലിയ പാത്രങ്ങളൊന്നും എടുക്കാൻ ഇന്ന് മെനക്കെട്ടില്ല. ഈ കുക്കറും ഇത്രയും പാത്രം കൊണ്ട് തന്നെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പകുതി ഇവിടെ ഇതിനകത്ത് മിക്സ് ചെയ്തു, ബാക്കി ഞാൻ പകുതി കുക്കറിൽ മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കുറേ എന്താ പറയുന്നത് എളുപ്പ പരിപാടിയിലൊക്കെ ആക്കി എടുത്തു. ഇനി ഒരു വലിയ പാത്രം കൂടെ എടുക്കാൻ എനിക്ക് വയ്യായിരുന്നു ഒരുമിച്ച് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടൊമാറ്റോ റൈസൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ റെഡിയായി. അപ്പോൾ സോയാ ചങ്ക്സ് റോസ്റ്റും റെഡിയായി. റോസ്റ്റല്ല, സോയാ ചങ്ക്സ് ഫ്രൈ എന്ന് വേണമെങ്കിലൊക്കെ പറയാം. സോയ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് വലിയൊരു ഇഷ്ടവും ഇല്ല, വലിയ ഇഷ്ടക്കേടും ഇല്ല. അങ്ങനെ ഒരു ഇതാണ് സോയാ ചങ്ക്സ്. അതാണ് ഞാൻ അധികം എൻ്റെ വീഡിയോസിൽ സോയാ ചങ്ക്സ് ഇല്ലാത്തത്. അപ്പം ഇത് പക്ഷെ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഒരു ഹാഫ് ഡേ മൈ ലൈഫ് പോലെ ഉള്ളൂ. ഇനിയും ചോറ് കഴിച്ചിട്ട് ചോറൊക്കെ ഉണ്ടിട്ട് കയറി കിടന്ന് ഉറങ്ങും. എന്നിട്ട് വൈകുന്നേരം ചായ കുടിക്കും, രാത്രിയിലും കുക്ക് ചെയ്യും, കഴിക്കും, എല്ലാം വൃത്തിയാക്കും, കിടക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. കാരണം പുറത്തൊന്നും പോകുന്നില്ല. ഇനിയിപ്പം തണുപ്പ് ഒക്കെ ആയതുകൊണ്ട് വൈകുന്നേരമൊക്കെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഈ പനി ഇങ്ങനെ കുറഞ്ഞ് വരുവാണ്. അത് വീണ്ടും കൂടാൻ നല്ല ചാൻസ് ഉണ്ട് തണുപ്പായതുകൊണ്ട്. അതുകൊണ്ട് പുറത്തു പോക്കും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ വീക്കെൻഡ്. അപ്പോൾ ഇന്നത്തെ ഈ വീക്കെൻഡ് ഒരു ഹോളിഡേ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.